മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് എന്ന് പറയാവുന്നതാണ് മൂർച്ചയുള്ള ഫ്ലിന്റ് കല്ലുകൾ. പുരാതന മനുഷ്യർ ഇവ സ്വാഭാവികമായ രീതിയിൽ കണ്ടെത്തുകയും പിന്നീട് കല്ലുകൾ ബോധപൂർവം മൂർച്ച കൂട്ടാൻ തുടങ്ങുകയും ചെയ്തു. ഈ രീതി മനുഷ്യരാശിയുടെ ഉദയത്തോളം പഴക്കമുള്ളതാണ്. 1969 കെനിയയിൽ നിന്ന് കണ്ടെത്തിയ ശിലായുധങ്ങൾക്ക് ഏകദേശം 2.6 മില്യൺ വർഷം പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു. പാലിയോലിത്തിക് കാലഘട്ടത്തിൽ കോർ, ഫ്ലേക്ക്, ബ്ലേഡ് എന്നിങ്ങനെ പ്രധാനമായും 3 തരം ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. വലുപ്പത്തിലും രൂപത്തിലും ഇവയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഏറ്റവും വലുതും പ്രാകൃതവുമായത് കോർ ഉപകരണങ്ങളായിരുന്നു. ഒരു കൈപ്പത്തിയോളം വലുപ്പമുള്ള കല്ലിൽ മറ്റൊരു കല്ല് കൊണ്ടിടിച്ച് കഷണങ്ങൾ വേർപെടുത്തിയാണ് ഇവ നിർമ്മിച്ചിരുന്നത്. പൊതുവായി വെട്ടാനും അടിക്കാനും മുറിക്കാനും ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു ഇത്. കാലക്രമേണ കൂടുതൽ മൂർച്ചയുള്ളതും കനം കുറഞ്ഞതുമായ കോർ ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തു. ശിലായുഗത്തിന്റെ അവസാന 10,000 വർഷങ്ങളിൽ കൊത്തുക, അരയ്ക്കുക, മുറിക്കുക, തുളയ്ക്കുക തുടങ്ങിയ മറ്റ് സാങ്കേതിക വിദ്യകളും നിലവിൽ വന്നു. ഉപകരണങ്ങളുടെ ഈ പരിണാമം മനുഷ്യരുടെ മുൻപ് അസാധ്യമായിരുന്ന പല കാര്യങ്ങളും ചെയ്യുവാൻ സഹായിച്ചു. മൃഗങ്ങളുടെ തൊലി ഉരിക്കാനും ഇറച്ചി മുറിക്കാനും ശിലായുധങ്ങൾ ഉപയോഗിച്ചു. മൃഗങ്ങളുടെ തൊലികൾ വൃത്തിയാക്കി വസ്ത്രങ്ങൾ നിർമ്മിച്ചു. ശിലായുധങ്ങൾ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ കൂടുതൽ കാര്യക്ഷമമായി. കൂടാതെ ശിലായുധങ്ങളുടെ സഹായത്തോടെ മനുഷ്യർക്ക് പാർപ്പിടങ്ങൾ നിർമ്മിക്കാനും തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ മാറ്റിയെടുക്കുവാനും സാധിച്ചു.